ഫെബ്രുവരി 25 മന്നം സ്മൃതി ദിനം. കേരളത്തിലെ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിച്ചും വിദ്യാഭ്യാസം വ്യാപിപ്പിച്ചും നവോത്ഥാന കേരളം സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയും നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനുമായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ 1970 ഫെബ്രുവരി 25 അന്തരിച്ചു. 1878 ജനുവരി 2 ചങ്ങനാശ്ശേരി പെരുന്ന ഗ്രാമത്തിൽ മന്നത്ത് പാർവതിയമ്മയുടെയും നീലമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും മകനായി പിറന്ന അദ്ദേഹം വിദ്യാഭ്യാസാനന്തരം 10 വർഷത്തോളം കാലം അധ്യാപകനായും പിന്നീട് 10 വർഷത്തോളം കാലം അഭിഭാഷകനായും സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാന പ്രവർത്തനങ്ങളിലും വ്യാപൃതനായി. 1911 പെരുന്നയിൽ നായർ കരയോഗം രജിസ്റ്റർ ചെയ്തു തുടങ്ങിയ സാമുദായിക പ്രവർത്തനം 1914 നായർ ഭൃത്യജനസംഘം രൂപീകരിക്കുന്നതിലേക്കും 1915 അത് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്കും നയിച്ചു. കേരളത്തിലെമ്പാടും അനവധി സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും മറ്റു പല സംരംഭങ്ങളുമുള്ള വലിയ പ്രസ്ഥാനമായി NSS മാറി. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ സവർണ വിഭാഗങ്ങൾക്കുള്ള അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വൈക്കത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം നയിച്ച സവർണ ജാഥ നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന സംഭവമാണ്. 1931-32 ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിലും 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് നടന്ന ആശയപ്രചരണത്തിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 1915 മുതൽ 1945 വരെ NSS സെക്രട്ടറിയും തുടർന്ന് 2 വർഷക്കാലം പ്രസിഡൻറ്റുമായിരുന്ന അദ്ദേഹം 1947 സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകനായി. 1948 തിരുവിതാംകൂർ നിയമസഭാംഗവുമായി. 1959 EMS സർക്കാരിനെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയുകയും സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രപതിയിൽ നിന്ന് ഭാരതകേസരി പട്ടം ലഭിച്ചു. 1966 പത്മഭൂഷൺ ബഹുമതി നൽകിയും രാജ്യം ആദരിച്ചു. കെ. ദാമോദരൻ ജന്മദിനം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും എഴുത്തുകാരനുമായ കെ. ദാമോദരൻ 1912 ഫെബ്രുവരി 25 മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഒരു സാധാരണ നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. കോഴിക്കോട് സാമൂതിരി കോളേജിലും കാശി വിദ്യാപീഠത്തിലുമായി ഉന്നത പഠനം നടത്തി. 1930കളിൽ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഉപ്പു സത്യാഗ്രഹത്തിലും മറ്റു സ്വാതന്ത്ര്യ സമരങ്ങളിലും പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. 1937 P. കൃഷ്ണപിള്ള, EMS എന്നിവർക്കൊപ്പം ചേർന്ന് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പ് രൂപീകരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം സാഹിത്യത്തെയും സാമൂഹ്യ പുരോഗതിക്ക് ആയുധമാക്കി മാറ്റി. 1937 അദ്ദേഹം രചിച്ച പാട്ടബാക്കി എന്ന നാടകം കേരളത്തിലെ സാമൂഹിക രംഗത്തും
നാടക സാഹിത്യരംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഇത് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായി കണക്കാക്കപ്പെടുന്നു. ജന്മിത്വത്തിനെതിരായ പോരാട്ടം പ്രമേയമായ ഈ നാടകം കർഷക പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഊർജം നൽകി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPI പക്ഷത്ത് നിലകൊണ്ടു. 1964 മുതൽ 70 വരെ രാജ്യസഭാംഗവുമായി. കേരളത്തിൻ്റെ മാർക്സ് എന്നുകൂടി അറിയപ്പെട്ട അദ്ദേഹം 1976 ജൂലൈ 3 അന്തരിച്ചു. P. ഭാസ്കരൻ ചരമദിനം. മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവും സിനിമാ പ്രവർത്തകനുമായിരുന്ന പുല്ലൂറ്റുപാടത്ത് ഭാസ്കരൻ എന്ന P. ഭാസ്കരൻ 2007 ഫെബ്രുവരി 25 അന്തരിച്ചു. 1924 ഏപ്രിൽ 21 കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി വിപ്ലവഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് കാവ്യസപര്യ ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് കാവ്യരംഗത്തും സിനിമാ രംഗത്തും സജീവമായി. 1954 രാമു കാര്യാട്ടുമായി ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ ദേശീയ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സിനിമയായി ശ്രദ്ധിക്കപ്പെട്ടു. ഇരുട്ടിൻ്റെ ആത്മാവ്, കള്ളിച്ചെല്ലമ്മ തുടങ്ങി 47 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 7 സിനിമകൾ നിർമ്മിച്ചു. 250-ലധികം സിനിമകൾക്ക് വേണ്ടി 3000-ലധികം ഗാനങ്ങൾ എഴുതി. അവ മിക്കതും എക്കാലത്തെയും മലയാളത്തിലെ ഹിറ്റ് ഗാനങ്ങളായി നിലനിൽക്കുന്നു. ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, ഓടക്കുഴലും ലാപ്തിയും തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചു. മികച്ച ഗാനരചയിതാവിനും സംവിധായകനുമുള്ള സംസ്ഥാന അവാർഡുകൾ പലതവണ നേടി. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് JC ഡാനിയൽ അവാർഡും നേടി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും നേടി. 2007 ഫെബ്രുവരി 25 അന്തരിച്ചു.